ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കൈത്താകാലത്തിന്റെ 3ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി തിരുസഭ നൽകിയിരുന്ന സുവിശേഷ ഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 12 വരെയും 35 മുതൽ 38 വരെയുമുള്ള തിരുവചന ഭാഗങ്ങളാണ്. നമ്മളിവിടെ കാണുക, ജന്മന അന്ധനായി ജനിച്ച ഒരു വ്യക്തിയെ ഈശോ സുഖപ്പെടുത്തുന്നതും അതിലൂടെ ഈശോ നമുക്ക് നൽകുന്ന വലിയ ഒരു സന്ദേശവുമാണ് നമ്മുടെ ധ്യാന വിഷയം. ഈശോയും ശിഷ്യന്മാരും ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ നടന്നു പോകുന്ന വഴിയിൽ ജന്മന അന്ധനായി ജനിച്ച ഒരു വ്യക്തിയെ കാണുകയും ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുകയാണ്, കർത്താവേ, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപമൂലമാണ്? അപ്പോൾ ഈശോ പറയുകയാണ്, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെയും പാപമൂലമല്ല, മറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി ഇവനിൽ പ്രകടമാകേണ്ടതിന് വേണ്ടിയാണ്. ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെയും പാപമൂലമല്ല, മറ്റേ മാതാപിതാക്കന്മാരുടെയോ പൂർവികരുടെയോ പാപമൂലമല്ല, മറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി ഇവനിൽ പ്രകടമാകാൻ വേണ്ടിയിട്ടാണ്. ഇത് പറഞ്ഞിട്ട് നമ്മൾ കാണുന്നു, ഈശോ നിലത്ത് തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി ആ ചെളി ഇവന്റെ കണ്ണിലേക്ക് പുരട്ടിയിട്ട് ഈശോ പറയുകയാണ്, നീ പോയി സിലോഹ കുളത്തിൽ പോയി കഴുകുക. സുവിശേഷകനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സിലോഹ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യനെ ഈശോ തന്നിലേക്ക് തന്നെ എത്തിക്കുകയാണ്, ഈ അയക്കപ്പെട്ടവനിലേക്ക് ഈശോ എത്തിക്കുകയാണ്. എന്നുള്ള സുവിശേഷം പറയുന്നത് എങ്ങനെയാണ്? അവൻ സിലോഹ കുളത്തിൽ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. അവൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവന്റെ സുഹൃത്തുക്കളും നാട്ടുകാരും പരിചയക്കാരും ഒക്കെ അവനെ ചോദ്യം ചെയ്യുകയാണ്, ആരാണ് നിന്നെ സുഖപ്പെടുത്തിയത്? അപ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, യേശു എന്ന് പേരുള്ള ഒരാൾ തുപ്പല് കൊണ്ട് ചെളിയുണ്ടാക്കി എന്റെ കണ്ണുകളിൽ പുരട്ടി സിലോഹായിൽ പോയി കഴുകാൻ പറഞ്ഞു. ഞാൻ കഴുകി, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടി, ഞാൻ കാഴ്ചയുള്ളവനായി എന്ന് അവൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് കർത്താവ് ഈ മനുഷ്യനെ ജന്മന അന്ധനായി ജനിക്കാൻ അനുവദിച്ചത്? വചനം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തി അവനിൽ പ്രകടമാകുന്നതിന് വേണ്ടിയിട്ടാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ഇത് തന്നെയാണ്. ഒരുപക്ഷെ ജന്മന വൈകല്യങ്ങളുള്ളവർ നമ്മൾ കണ്ടുമുട്ടിയെന്ന് വരാം, അല്ലെങ്കിൽ കുറവുകളുടെ നമ്മൾ കണ്ടുമുട്ടിയെന്ന് വരാം. അതുമല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും വലിയ ഞെരുക്കങ്ങളിലൂടെ നമ്മൾ കടന്നുപോയെന്ന് വരാം. വലിയ രോഗാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാം. എന്തുകൊണ്ടാണ് കർത്താവ് ഇതെല്ലാം അനുവദിക്കുന്നത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിലൂടെ പ്രകടമാകാൻ വേണ്ടിയിട്ടാണ്. ലാസർ മരിക്കാൻ ഈശോ അനുവദിച്ചത് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് ഇതുപോലെയുള്ള സഹനങ്ങൾ, ഇതുപോലെയുള്ള പ്രയാസങ്ങൾ അനുവദിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ഇത് കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്, കർത്താവിന് എന്നിലൂടെ പ്രവർത്തിക്കാനുണ്ട്, എന്നിലൂടെ ദൈവം മഹത്വം പ്രാപിക്കേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ലക്ഷ്യത്തോടു കൂടിയാണ് അവിടുന്ന് അൽഫോൻസാമയെ തിരഞ്ഞെടുത്തത്, സഹനത്തിലൂടെ കടത്തിക്കൊണ്ടുപോയത്. ഏതൊരു വിശുദ്ധരുടെയും ചരിത്രം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, വളരെ പ്രകടമാണ്. വലിയ ഞെരുക്കങ്ങളിലൂടെ, വലിയ പ്രയാസങ്ങളിലൂടെ, വലിയ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ജീവിതം അവിടെ അവസാനിക്കുകയല്ല, മറിച്ച് അവസാനം അവരെത്തിച്ചേരേണ്ടിടത്ത് അയക്കപ്പെട്ടവനിലേക്ക്, ഒരാര് ലക്ഷ്യം വെച്ച് ജീവിക്കുന്നുവോ അവനിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള വഴികളായിട്ട് ഈ കഷ്ടതകളും ഈ പ്രയാസങ്ങളും ഈ ഞെരുക്കങ്ങളും എല്ലാം മാറിത്തീരുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ
ഈ അന്ധന് സംഭവിച്ചതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ഈശോയ്ക്ക് നമ്മളെ കൊണ്ട് ഒരു പദ്ധതിയുണ്ട്. ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുണ്ട്. ഞാനെന്ന വ്യക്തിയിലൂടെ ദൈവം മഹത്വം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. അതാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വ്യക്തിപരമായ സഹനങ്ങളുടെ പ്രയാസങ്ങളുടെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ അവിടത്തേക്കുള്ള ലക്ഷ്യം എന്ന് പറയുന്നതാണ്. നമ്മൾ വീണ്ടും കാണുന്നുണ്ട്, ഈശോ വീണ്ടും ഈ ചെറുപ്പക്കാരനെ കണ്ടുമുട്ടുമ്പോൾ ഈശോ അവനോട് ചോദിക്കുകയാണ്, നീ മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? 35-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, ഈശോ ചോദിക്കുകയാണ്, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? അപ്പോൾ അവൻ തിരിച്ചു ചോദിക്കുകയാണ്, കർത്താവെ, അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? കർത്താവെ, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? അപ്പോൾ ഈശോ പറയുകയാണ്, നീ അവനെ കണ്ടു കഴിഞ്ഞു. ഈ 35 മുതലുള്ള തിരുവചനം നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? തൊട്ട് മുമ്പ് തലക്കെട്ട് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? ആത്മീയ അന്ധത. ബാഹ്യമായ അവന്റെ അന്ധത മാറ്റി കർത്താവ് അവന്റെ കണ്ണുകൾ തുറന്നിട്ട് വീണ്ടും അവന്റെ ആത്മീയ അന്ധത മാറ്റാൻ കർത്താവ് അവന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുക, നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ? അപ്പോൾ അവൻ ചോദിച്ചു, അവനിൽ വിശ്വസിക്കുന്നവൻ ആരാണ്? ഈശോ പറഞ്ഞു, നീ അവനെ കണ്ടു കഴിഞ്ഞു, ഞാൻ തന്നെയാണ് അവൻ. അപ്പോൾ നമ്മൾ കാണുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചെറുപ്പക്കാരൻ കർത്താവിന്റെ മുമ്പിൽ പ്രണമിച്ചുകൊണ്ട്, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ തന്നെ സമർപ്പിച്ച് അവൻ വിശ്വസിക്കുന്നു പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ അവന്റെ ആത്മീയ അന്ധതയിലൂടെ, അവന്റെ ആത്മീയ അന്ധത മാറ്റിയ ഈശോ ഐക്യപ്പെട്ടവനിലേക്ക്, ഈശോയിലേക്ക് ഈ മനുഷ്യനെ എത്തിക്കുകയാണ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് സംഭവിച്ചത് തന്നെയാണ്. അവർ കടന്നുപോയ ഈശോ കൂടെ നടന്നിട്ട് അവർ തിരിച്ചറിഞ്ഞില്ല. എന്നാൽ അവരുടെ ആന്തരികമായ നയനങ്ങൾ തുറക്കപ്പെട്ടപ്പോൾ ദിവ്യകാരുണ്യത്തിൽ ഈശോയെ അവർ തിരിച്ചറിഞ്ഞു. വചനം പറയുന്നുണ്ട്, അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഒരുപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കാഴ്ച ലഭിക്കാൻ 3-ാം അധ്യായം 18 നമ്മൾ കാണുന്നുണ്ട്, കാഴ്ച ലഭിക്കാൻ കണ്ണിലെഴുതാനുള്ള അഞ്ജനം നീ എന്നോട് ചോദിച്ചു വാങ്ങുക. ഈശോ പറയുകയാണ്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കർത്താവിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അന്ധതയോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവത്തിന് എന്നെ കൊണ്ടൊരു പദ്ധതിയുണ്ട്. അതുപോലെ തന്നെ അത് ഈശോയിലേക്ക് എന്നെ കൂടുതൽ അടുപ്പിക്കാനുള്ള പദ്ധതിയാണ്, അതിനു വേണ്ടിയിട്ടുള്ള ഓരോ മാർഗങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം അർത്ഥപൂർണമായിട്ട് മാറുന്നത്. അപ്പോഴാണ് നമ്മുടെ സഹനങ്ങൾ മൂല്യമുള്ളതായിട്ട് മാറുന്നത്. അപ്പോഴാണ് നമ്മുടെ സഹനങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും എല്ലാം അനുഗ്രഹങ്ങളായിട്ട് മാറുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ദിവസങ്ങൾ എല്ലാം നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും കർത്താവിനെ സമർപ്പിക്കാനും ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കാനും ഈശോയ്ക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാക്കി മാറ്റാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.